പടം ബ്ലെൻഡ് ഓഫ് ഹ്യൂമർ ആൻഡ് ഹൊറർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കോമഡി അത്ര കണ്ടിരിക്കാം. നല്ല ഹാഫ് ടൈം വരെ ഒരു ചെറിയതായിരുന്നു. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. സൂപ്പർ, അടിപൊളി പടം. കുഴപ്പമില്ല, നല്ല മൂവിയാണ്. ബോളിവുഡ് ജീവയൊക്കെ അടിപൊളിയായിട്ട് നല്ല ക്യാരക്ടറാണ്. റംസാനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടം, എല്ലാവർക്കും കണ്ടിരിക്കാൻ നല്ലൊരു പടമാണ്. തുടക്കത്തിൽ കുറച്ച് നമുക്ക് തുടക്കം ഒരു പതിഞ്ഞ നോക്കുകയാണെങ്കിലും പക്ഷെ പിന്നീട് നമുക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫണ്ടും കാര്യങ്ങളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെ ലാഗും പരിപാടിയൊന്നും തോന്നിയില്ല. ആദ്യം കുറച്ച് ലാഗായി തോന്നി, പക്ഷെ എന്നാലും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സൊക്കെ കുറച്ച് നല്ല രീതിയിൽ തന്നെ അവർ മേക്ക് ചെയ്തിട്ടുണ്ട് പരിപാടി. അടിപൊളി നല്ല മൂവിയാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പ്രത്യേകിച്ച് നരയൻ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സൂപ്പർ സൂപ്പർ അടിപൊളിപ്പൊടി സൂപ്പർ സൂപ്പർ അടിപൊളി. എല്ലാവരും കാണുന്നുണ്ടല്ലോ. നമ്മൾ ടീമിൻ്റെ കൂടെ കാണുന്നത് നമുക്കൊരു ജഡ്ജ്മെൻറ്റ് കിട്ടാറില്ല പലപ്പോഴും. പക്ഷേ ഓഡിയൻസിൻ്റെ കൂടെ ഇന്ന് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞ ആശ്വാസമായത്. ഞങ്ങൾ പ്രതീക്ഷിച്ച സ്ഥലത്ത് എല്ലാവരും ചിരിക്കുന്നുണ്ട്, കൈ കൊട്ടുന്നുണ്ട്, എൻജോയ് ചെയ്ത് കാണുമ്പോൾ തന്നെ നമ്മുടെ പകുതി ടെൻഷനും പോയി. സത്യം പറഞ്ഞാൽ രാവിലെ നല്ല നെർവസ് ആയിരുന്നു, പക്ഷെ ഓഡിയൻസിൻ്റെ കൂടെ കണ്ടു കഴിഞ്ഞൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇനി ബാക്കി തിയേറ്റേഴ്സിൽ ഓരോരുത്തർ പോയി കണ്ട് അവരുടെ റെസ്പോൺസും അവരുടെ ഒരു റിയാക്ഷനും പൊരുത്തിരിക്കും ബാക്കിയെല്ലാം. എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും നന്നായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് കുറേ ട്രാക്സൊക്കെ പോകുന്നതുകൊണ്ട് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇത് ഓഡിയൻസിൻ്റെ മനസ്സിലാവുമോ കംപ്ലീറ്റ് ആയിട്ട്, ഇത് ഒരു പ്രാവശ്യം കാണുമ്പോൾ നമുക്ക് പിടിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഓരോരുത്തരും എന്താ പറയുക, ക്ലാപ്പ് ചെയ്ത് ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ബിപിൻ കൃഷ്ണ എന്ന് പറഞ്ഞ ഡയറക്ടർ എന്ന് പേര് കാണിക്കുമ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്ത് സന്തോഷത്തോടെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി. അതിനേക്കാളും കൂടുതൽ ഞങ്ങൾക്ക് വേറെ സന്തോഷമില്ല. താങ്ക് യു സോ മച്ച്. നല്ല മൂവിയാണ്. അതെ അതെ, ചിരിക്കാൻ കുറേ ഉണ്ട്. ശരിക്കും ഫാമിലി ആയിട്ട് പോയി ചിരിക്കാം. നന്നായിരുന്നു, എസ്പെഷ്യലി ജീവയൊക്കെ നന്നായിട്ടുണ്ട്. നല്ലതായിരുന്നു, ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതെ അതെ, വെരി നൈസ്, നന്നായിരുന്നു. നന്നായിരിക്കും, ചിരിക്കാനും കരയാനും ഉണ്ടായിരുന്നു. പിന്നെ ഗംഭീർ റെസ്പോൺസ് അല്ലേ, സന്തോഷം. വെറൈറ്റി റോൾ, രാജീവ് നമ്പ്യാർ. ഞാനിപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് പ്രേക്ഷകരുടെ. അപ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾ ക്രൂ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഓഡിയൻസിനോട് കാണുമ്പോൾ ഭയങ്കര ഫീലാണ്, ഭയങ്കര ഫണ്ണും ക്ലാപ്സും ചിരികളും ഫൺ. എല്ലാവരും കാണും. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തൊരു ക്യാരക്ടറായിരുന്നു. ഇതുപോലത്തെ ക്യാരക്ടേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ വളരെ റെയറായിട്ടേ കിട്ടാറുള്ളൂ. ഐ റിയലി എൻജോയ്. ഓക്കെ, ഹാപ്പിയാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഓഡിയൻസിന് കൂടി ഇരുന്നിട്ട് കാണുമ്പോൾ അവരുടെ റിയാക്ഷൻസും കയ്യടി ചെയ്തിയൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് കുറച്ചും കൂടി ഒരു ജീവനുള്ള പോലെ തോന്നുന്നു. അപ്പം നമ്മൾ ആക്ച്വലി ഹാപ്പിയാണ്. ആണോ? നീ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ലല്ലോ ഞാൻ ചെയ്തത്. നല്ലതാണോ? അത് ഞങ്ങൾ തൊടുപുഴ ഒരു കാർത്തി മൂവാറ്റുപുഴ തൊടുപുഴയിൽ നമുക്ക് ഷൂട്ട്. തൊടുപുഴ 10 days ഷൂട്ടായിരുന്നു. രാത്രി ഫുൾ നൈറ്റ് ഷൂട്ടായിരുന്നു. നമ്മൾ രാത്രി വൈകിട്ട് ഒരു 6 മണി മുതൽ രാവിലെ 6 മണി വരെയായിരുന്നു നമ്മൾ ഷൂട്ട് ഉണ്ടായിരുന്നത്. ഫുൾ ഫൈറ്റ് ഇതൊക്കെ ആയിട്ട് ഭയങ്കര എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പം നല്ല രസമായിരുന്നു. ആ ഔട്ട് നന്നായിട്ട് വന്നപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരുടെ അടുത്തും പറയണം, എല്ലാവരും കാണണം.